ഹായ്, വെൽക്കം ടു പ്ലാന്റ് പ്രൊഫൈൽ. ഇതാണ് എൻ്റെ വീട്ടിൽ 7 വർഷം പ്രായമായിട്ടുള്ള ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ. മിൽക്ക് ഫ്രൂട്ട് എന്ന പേരും ഇതിനുണ്ട്. ഈ ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ നട്ടിട്ട് 7 വർഷമായി. ഇപ്പോഴാണിത് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ജമൈക്കൻ സ്റ്റാർ ആപ്പിളിൻ്റെ 2 വെറൈറ്റി പ്ലാന്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഗ്രീൻ കളറുള്ളതുമുണ്ട്, അതുപോലെ പിങ്ക് കളറുള്ളതുമുണ്ട്. ഈ പ്ലാന്റ് ഗ്രീൻ കളർ വെറൈറ്റി സ്റ്റാർ ആപ്പിളാണ്. സാധാരണയായി ഇപ്പോൾ നഴ്സറികളിലൊക്കെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഗ്രാഫ്റ്റഡ് തൈകളും ലെയറിംഗ് തൈകളും അതുപോലെ ബഡ് തൈകളും ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഇത് ഞാൻ കഴിച്ച ഗ്രീൻ കളർ മിൽക്ക് ഫ്രൂട്ടിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഈ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ അതിൻ്റെ സീഡ് പ്ലാന്റ് ചെയ്തതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ. ഈ ഫ്ലവർ എല്ലാം സെറ്റായി ഫ്രൂട്ട് ആവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ലാത്തതുകൊണ്ട്. ജമൈക്കൻ സ്റ്റാർ ആപ്പിളിനെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് മാത്രമായി കാണാൻ പറ്റില്ല, ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം ഇതുപോലെ ഗോൾഡൻ കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഗാർഡനിലൊക്കെ നടാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജമൈക്കൻ സ്റ്റാർ ആപ്പിളിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.